ചാക്കോ തൂക്കി എന്ന് പറയാൻ പറ്റത്തില്ല. എത്രയോ സിനിമകൾ തൂക്കിയതുപോലെ ഇതും തൂക്കി. പോലീസ് ഓഫീസർ ഇത്ര ഇതാണെന്ന് പ്രതീക്ഷിച്ചില്ലേ. സൈക്കോയാണ്. നല്ല പടമാണ്. ഫാമിലി ആയിട്ട് വന്ന് കാണാം. ഒന്ന് കണ്ടു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. തെറ്റു പടമായിരുന്നു. പടം കൊള്ളായിരുന്നു. അവസാനമൊക്കെ എത്തിയപ്പോൾ നല്ല രസമായിരുന്നു. എല്ലാവരും പെൺമക്കളുള്ള എല്ലാ അച്ഛനമ്മമാരും കണ്ടിരിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇങ്ങനൊരു പടം നമുക്ക് തരുന്ന ഒരു തിരിച്ചറിവുണ്ട്. എങ്ങനെ നമ്മൾ മുൻപോട്ട് പിള്ളേരെ നോക്കണം. ഒരിക്കലും നമുക്കൊരു സ്പൈക്കാം കൊണ്ട് അവരെ പുറകെ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് കുഞ്ഞുങ്ങളെ എങ്ങനെ കരുതലോടെ വളർത്തണം, ഏതൊക്കെ രീതിയിൽ അവർ ചീറ്റ് ചെയ്യപ്പെടാം എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കിഡിലോസ്കി പടം. അച്ഛൻ്റെ രോദനായിരുന്നു. അച്ഛൻ്റെ പോലീസ് ഓഫീസർക്ക് പൊതുവെ ഒരു അച്ഛൻ്റെ കാണിക്കുന്ന ഒരു കഥാപാത്രം കണ്ടിരിക്കാനുള്ളതുണ്ട്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ തോന്നണമെന്നില്ല. അത് കണ്ടു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. കൊള്ളായിരുന്നു. ഫൈറ്റ് എല്ലാം സൂപ്പറായിരുന്നു. കണ്ടിരിക്കാൻ അടിപൊളി. ജാക്കോബിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഏറ്റവും നല്ല പടം ഇതാണ്. കുറച്ച് ഡൗൺ ആയിരുന്നു. ഇത്രയും നമ്മൾ ഇത് കാണാത്ത ഒരു ഫിലിം. ജാക്കോയുടെ അഭിനയം അടിപൊളി പടമാണ്. അച്ഛൻ്റെ രോദനം എന്നതിനേക്കാളേറെ ഒരു സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ല മെസ്സേജാണിത്. നമ്മൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കുറേ വയലൻസ് ഒക്കെ ഉള്ള സിനിമകളുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഫാമിലി ആയിട്ട് പോലും കണ്ടിരിക്കാൻ പറ്റുന്ന, കാരണം ഒരു നല്ലൊരു മെസ്സേജ് ഉണ്ട്. പിന്നെ പോലീസ് സ്റ്റോറി സാധാരണ ഷാഹി കപൂറിൻ്റെ 2-3 സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. പിന്നെ കുഞ്ചാക്കോ ബോബൻ്റെ നല്ല അടിപൊളി പെർഫോമൻസാണ്. അതോടൊപ്പം തന്നെ വില്ലനായിട്ട് വന്ന ആൾക്കാർ, അല്ലെങ്കിൽ ടോപ്പ് വില്ലനായിട്ട് വന്ന ആ പയ്യൻ ഒരുപാട് സിനിമകളിൽ പേരറിയില്ല, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നോക്കിയാലും നല്ല ഒന്നാം തരം സിനിമ തന്നെയാണ്. ഇപ്പോൾ ഇറങ്ങിയ സിനിമകളിൽ നല്ല സിനിമകളിലൊന്നാണ് തീർച്ചയായിട്ടും ഈ ഓഫീസർ നല്ല സിനിമ. പടം നന്നായിരുന്നു. കുഞ്ചാക്കോ ബോബൻ്റെ ഒരു അഭിനയം ഒരു പ്രത്യേക ഇതുവരെ കുറേ കാലത്തിന് ശേഷം ഉണ്ടായിരുന്നൊരു പോലീസ് സ്റ്റോറിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബൻ്റെ പോലീസ് ക്യാരക്ടേഴ്സിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ഇതാണ്. വില്ലന്മാരൊക്കെ ഒപ്പവും അവരെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. കൊള്ളാം, നല്ല പടമായിരുന്നു. എടുത്തു പറയാൻ ക്യാമറ ഡയറക്ഷനും ഫ്രെയിംസ് ഒക്കെ നല്ല സൂപ്പറായിരുന്നു. പിന്നെ ചാക്കോച്ചൻ 2025 തന്നെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലോട്ടായിട്ട് നമുക്ക് തോന്നും, പക്ഷേ അതിനെക്കാട്ടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അവസാനത്തെ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവസാനം ഈ ന്യൂസ് കണ്ടിട്ട് ഇത് കേക്ക് മുറിക്കുമ്പോൾ തന്നെ അവർ മരിക്കണത് പ്രതീക്ഷിച്ചില്ലേ. ഇപ്പോൾ കാണാൻ പറ്റണ ഇപ്പോഴത്തെ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന എല്ലാം നല്ല സിനിമ തന്നെയാണ്. അതിനെക്കാട്ടിയും നല്ല രസമുള്ള പടമാണ്. പക്ഷേ ഇഷ്ടപ്പെടൂലെങ്കിലും അവരെ ഈ മയക്കുമരുന്നിൻ്റെ ആയതുകൊണ്ട് ഇഷ്ടമില്ലെങ്കിൽ അവരെ ആ അഭിനയം നന്നായിരുന്നു. എല്ലാവരും നന്നായിരുന്നു. കാണുന്ന കാര്യം ഇത് പക്ഷേ എങ്ങനെയെങ്കിലും ഇങ്ങനെയുള്ള ഓഫീസർമാർ ഈ ഒരു കാര്യം നിർത്തണം. ഇനിയുള്ള കുട്ടികൾക്ക് അത് നല്ലതാണ്. ഇതുപോലെ ഓഫീസർമാരെല്ലാം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. നന്നായിട്ട് വരണം. അത് ഇനിയുള്ള കുട്ടികളെല്ലാം നന്നായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓഫീസർമാർ നല്ലവണ്ണം അതിന് ശ്രമിച്ചാൽ നന്നായി വരും.